കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന അതിപ്പോഴും അവിടെ തുടരുകയാണ്. റെയിൽവേ ട്രാക്ക് മുറിച്ചു കടന്നെങ്കിലും രണ്ടാമത്തെ ട്രാക്കിൽ നിന്ന് പിന്നീട് വീണ്ടും തിരികെ മടങ്ങി ജനവാസ മേഖലയിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ് കഴിഞ്ഞ മണിക്കൂറിലെ വാർത്ത. ഇപ്പോൾ ഇത് എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 24-ന്റെ സ്ക്രീനിൽ പതിഞ്ഞ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ശ്രീകുമാരൻ പാലക്കാട് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീത്ത്, ജനവാസ മേഖലയിൽ തന്നെയാണോ ഇപ്പോഴും ഈ ആനയുള്ളത്? എന്താണ് ഇങ്ങനെ തുരത്തുന്ന സമയത്ത് തിരികെ മടങ്ങാനുള്ള കാരണം? ഏറ്റവും പുതിയ അപ്ഡേറ്റ്, കാട്ടാനയെ കാട് കയറ്റിയെന്ന് വനം വകുപ്പ് ഇതിനകം തന്നെ അറിയിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ക്യാമറാമാൻ ഏതാണ്ട് ഒരു അരമണിക്കൂർ മുൻപാണ് രാജീവ് സുദേവ ദൃശ്യങ്ങൾ പകർത്തുന്നത്. രണ്ടാം ട്രാക്കിൽ നിന്ന്, അതായത് ബി ട്രാക്കിൽ നിന്ന് കാട്ടാന നേരെ മടങ്ങി വീണ്ടും ജനവാസ മേഖല കഞ്ചിക്കോട് മേഖലയിൽ ലക്ഷ്യമാക്കി പോകുന്ന ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചത്. അതിനുശേഷം വനപാലക സംഘം ആ പ്രദേശത്ത് തിരച്ചിൽ നടത്തി. അപ്പോഴാണ് ആനയുടെ കാൽപാദങ്ങൾ വീണ്ടും അപ്പുറത്ത് വനത്തിനകത്ത് ദൃശ്യമായിട്ടുള്ളത്. അത് വനത്തിനകത്ത് ദൃശ്യമായ കാട്ടാനയുടെ കാൽപാദങ്ങളോടൊപ്പം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഉൾക്കാട്ടിലേക്ക് പോവുകയാണ്. അവിടെ കാട്ടാന ഉൾക്കാട്ടിലേക്ക് കയറി എന്ന ഒരു വിവരമാണ് അവർ നൽകുന്നത്. എത്രത്തോളം ആധികാരികമാണ് എന്നതിനെ കുറിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്.